വാർത്തകൾ തുടരുന്നു. വടകരയിൽ കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മനോജിന്റെയും ജോയലിന്റെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങൾ അബിന നൽകും. അബിന, കോഴിക്കോട് കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, ഇന്നലെ 8:30യോടെയാണ് നാട്ടുകാർ ഈ ഒരു 2 മൃതദേഹങ്ങൾ കാണുന്നത്. ഇതിൽ ഒരാൾ എന്ന് പറയുന്നത് മലപ്പുറം സ്വദേശിയായിരിക്കും, മലപ്പുറം വാണിയമ്പലം സ്വദേശി മനോജ്, മറ്റൊരാൾ കണ്ണൂർ ചെറുപുഴ സ്വദേശിയായിട്ടുള്ള ജോയൽ എന്നിവരെയാണ് ഈ ഒരു കാരവാനിൽ മരിച്ച നിലയിൽ കാണുന്നത്. വലിയൊരു ദുരൂഹത തന്നെ ഇതിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതായത് ഈ 2 ദിവസം മുൻപാണ് ഈ ഒരു കാരവാൻ ഈ KTDCക്ക് സമീപം നിർത്തിയിട്ടിരിക്കുന്നതായി കാണുന്നത്. അന്നൊന്നും നാട്ടുകാർ വലിയ രീതിയിൽ ഒരു ശ്രദ്ധ അതിലേക്ക് നൽകിയില്ല എന്നുള്ളത് തന്നെയാണ്. തുടർന്ന് ഈ ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപേ ഒരു സ്ത്രീ വന്നിട്ട് നാട്ടുകാരോട് തന്നെ ചോദിക്കുകയുണ്ടായി, കാരവാൻ അവിടെ നിർത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നാട്ടുകാരോട് ചോദിച്ചതിന് പിന്നാലെ നാട്ടുകാർ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ ഒരു 2 മൃതദേഹങ്ങൾ ഈ കാരവാനിൽ കാണുന്നത്. പിന്നീടാണ് നാട്ടുകാർ ഇത് പോലീസിനെയും അറിയിച്ചിരുന്നത്. ഈ പോലീസ് ഇന്നലെ തന്നെ എത്തി പരിശോധനകളെല്ലാം നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ തന്നെ ഇവരാരാണെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണെന്നുള്ള രീതിയിൽ ഒരു കൃത്യമായ ഒരു വിവരം പോലീസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ മലപ്പുറം കണ്ണൂർ സ്വദേശികളാണെന്നും കണ്ണൂരിൽ ഒരു വിവാഹ പരിപാടിക്ക് പോയതിനു ശേഷം തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്കെല്ലാം പോലീസ് എത്തുന്നത്. എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലപ്പുറം സ്വദേശിയായിരിക്കുന്ന മനോജ് ഈ മലപ്പുറത്തെ തന്നെ ഒരു വാഹനത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ നിന്നും മനോജിനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തിരിച്ചെത്തിയോ എന്നുള്ളൊരു ചോദ്യത്തിന് മനോജ് പറഞ്ഞത് തങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടൻ എത്തും എന്നുള്ള രീതിയിൽ ഒരു മറുപടിയാണ് ലഭിച്ചതെന്നും പിന്നീട് ഒരു ഫോൺ കോൾ പോലും തിരിച്ച് ഇയാളുടെ ഫോണിലേക്ക് എത്തിയിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അറിയിച്ചിരുന്നത്. പിന്നാലെ ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ മനോജും അതുപോലെ തന്നെ ജോയലും മരിച്ച വിവരം അറിയുന്നത്. തുടങ്ങിയ ഉടമയെല്ലാം ഇപ്പോൾ ഈ ഒരു വടകരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുടെ മൊഴി പോലീസ് ഇന്ന് ശേഖരിക്കും. അതുകൂടാതെ തന്നെ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും അടക്കം എത്തിയതിനു ശേഷം തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമായിരിക്കും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. ഈ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരിക്കും നടക്കുക. കൂടാതെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസിലെ ഗ്യാസ് ചോർന്നായിരിക്കാം ഒരുപക്ഷെ മരണം സംഭവിച്ചത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇനി കൂടുതൽ വിരലടയാള വിദഗ്ധരും അതുപോലെ തന്നെ മറ്റ് ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള ആളുകൾ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് വിവരങ്ങളിലേക്ക് എത്തുക. അതായത് ഈ ഒരു മനോജ് എന്ന് പറയുന്ന വ്യക്തി, മനോജ് ഡ്രൈവിംഗ് സീറ്റിലും അതുപോലെ തന്നെ ജോയൽ കാരവാനിലേക്ക് കയറുന്ന ഭാഗത്തുമാണ് മരിച്ച നിലയിൽ കാണുന്നതും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ദുരൂഹത പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതും, അതുകൂടാതെ തന്നെ ഇപ്പോൾ ഉള്ളൊരു നിഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ലീക്ക്, ഈ ഒരു എസിയുടെ ഗ്യാസ് ലീക്ക് ചോർന്നതായിരിക്കാം മരണം എന്നുള്ള രീതിയിലുമാണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത്. ഈ സ്ത്രീയുടെ ഒരു ചോദ്യമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇനി വരും മണിക്കൂറുകളിൽ ഏകദേശം ഒരു 9:30 തന്നെ ഈ വിരലടയുള്ള വിദഗ്ധരും അതുപോലെ തന്നെ ഫോറൻസിക്കും പോലീസ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും മരിച്ചത് എന്നുള്ള വിവരങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും അറിയാൻ വൃന്ദ.